തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ വിചിത്ര പ്രസ്താവനയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. പൂരം കലങ്ങിയതല്ല, വെടിക്കെട്ട് വൈകുക മാത്രമാണ് ഉണ്ടായതെന്ന് ബോർഡ്. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയമുണ്ടെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നു. ആനന്ദ് പുത്തൂരും എം മനോജും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദ്, എന്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരമൊരു നിലപാടെടുക്കുന്നത്? വൈരുദ്ധ്യമാണ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഈ തൃശൂർ പൂരം ആദ്യം കലങ്ങിയെന്നും പിന്നീട് ഇപ്പോൾ തൃശൂർ പൂരം കലങ്ങിയതല്ല, വെടിക്കെട്ട് അല്പസമയം വൈകിയത് മാത്രമാണ് കാരണം എന്നാണ് കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഇതിൽ ചില രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയവും ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൃശൂർ പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് പൊതുവിൽ ഉയരുന്ന പ്രതിഷേധം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ തൃശൂർ പൂരം നടത്തുന്നതിനായി ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു ഉന്നതാധികാര സമിതി ഇത്തരത്തിൽ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ഈ ഘടക പൂരങ്ങൾ ഏതാണ്ട് 5ലധികം വരുന്ന ഘടക ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ്. മാത്രമല്ല, ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളുടെ നേതൃത്വത്തിലും ഒരു ഉന്നതാധികാര സമിതി, അതൊരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രതികരണത്തിൽ നേരത്തെ തന്നെ എതിർപ്പുമായി ദേവസ്വങ്ങൾ എത്തിയിരുന്നു. തിരുവമ്പാടി ദേവസ്വം എത്തിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പെരുമാറുന്നത് കൊച്ചി രാജാവിന്റെ പോലെയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത്. അത്തരത്തിലൊരു ഉന്നതാധികാര സമിതി എന്നുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു പ്രതിഷേധത്തിൽ, ഈ പ്രതികരണത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് വീണ ഉയരുന്നത്. മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുക്കുന്ന വിചിത്ര നിലപാടിന് പിന്നിൽ എന്താണ്? ഈ പൂരം കലങ്ങിയില്ല എന്നവർ ഇപ്പോൾ പറയുന്നത് എന്തർത്ഥത്തിലാണ്? മനോജ് കേൾക്കുന്നുണ്ടെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇപ്പോഴെടുക്കുന്ന ഈ നിലപാടിന് പിന്നിൽ എന്താണ്? രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന സംശയം എന്നൊക്കെയാണ് ഇപ്പോൾ നിലപാടെടുക്കുന്നത്. അത് മാത്രമല്ല, പൂരം കലങ്ങിയില്ല എന്നൊരു നിലപാടിലേക്ക് കൂടി അവരെത്തിച്ചേരുകയാണ്. ഇതിന്റെ പിന്നിൽ എന്താണ്? പിന്നെ പൂരം കലങ്ങിയില്ല എന്ന് പറയുമ്പോഴും ഇതിൽ കൃത്യമായും അന്നേ ദിവസം, അതായത് പൂരം നടന്ന ദിവസം പുലർച്ചെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തൊട്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തുടങ്ങിയതാണ്. അതിനുശേഷം ഓരോ ചടങ്ങുകളും ഭംഗം വരുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഇടപെടലുണ്ടായത്. ഓരോ ചടങ്ങുകളും, അതായത് മടത്തിൽ വരവ് പോലുള്ള പ്രധാന ചടങ്ങുകളിൽ ആ ക്ഷേത്രം ഭാരവാഹികളെ, ദേവസ്വം ഭാരവാഹികളെ പോലും പങ്കെടുപ്പിക്കാതെ പോലീസ് അവിടെ വലിയ തരത്തിലൊരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. അതിൽ പിന്നീട് രാത്രിയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പന്തലിലെ വിളക്കുകളൊക്കെ അണച്ചുകൊണ്ട് ഒരു ഈ തിരുവമ്പാടി ദേവസ്വം അടക്കം അവിടെ പ്രതികരണം നടത്തിയതാണ്. അതിനുശേഷമാണ് ഈ വെടിക്കെട്ട് നടത്തുന്ന ആ സ്ഥലത്തേക്ക് പോലും ഈ ദേവസ്വം ഭാരവാഹികളടക്കം കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അത് വലിയ തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പോവുകയായിരുന്നു. അതായത് ഓരോ ചടങ്ങുകളിലും പോലീസിന്റെ ഇടപെടൽ, അതിൽ തന്നെ ഈ ഇലഞ്ഞിത്തറമേള നടക്കുന്ന സമയത്തൊക്കെ തന്നെ അവിടെ എത്തിയ പൂരപ്രേമികളെ ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടത്താൻ കഴിയില്ല എന്ന് കമ്മീഷണർ തന്നെ നേരിട്ട് വന്ന് അവിടെ ആക്രോശിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ആനയ്ക്ക് കൊണ്ടുവന്ന പട്ടയും അതോടൊപ്പം കുടമാറ്റത്തിന് കൊണ്ടുവന്ന കുടയും അടക്കം അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ചടങ്ങുകളിലും നടന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ തന്നെ സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ റോഡുകളും പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ച് ആ പൂരപ്രേമികളൊക്കെ, അവിടെ എത്തിയ പൂരപ്രേമികളൊക്കെ തന്നെ ആ ബാരിക്കേഡിന് അപ്പുറത്താണ് നിർത്തിയിരുന്നത്. അത്തരത്തിൽ വെടിക്കെട്ട് നേരെ കാണുവാൻ പോലും ഒരു സൗകര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് മണിക്കൂറുകൾ കാത്തിരുന്ന് ഈ വെടിക്കെട്ടിനായി കാത്തിരുന്ന പൂരപ്രേമികളുണ്ട്, അവരൊക്കെ പ്രതികരിച്ചു തുടങ്ങി. പിന്നാലെ ഈ പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് വലിയ തരത്തിൽ ഒരു താമസം അതിനുണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് അതിന്റെ ചുമതലക്കാരെ പോലും കയറ്റിവിടാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീടാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത്. അതിനുശേഷം എല്ലാ വിധത്തിലും, അതായത് തിരുവമ്പാടി ദേവസ്വം അടക്കം അക്കാര്യത്തിലൊക്കെ അന്ന് രാത്രി തന്നെ ഈ പ്രതികരണമൊക്കെ അറിയിച്ചതാണ്. അതിനുശേഷമാണ് ഈ രാവിലെയോടുകൂടി, അതായത് ഈ പുലർച്ചെ വർണ്ണാഭമായി കാണേണ്ട ആ ഒരു കാഴ്ചയായിരുന്നു വെടിക്കെട്ട്. അതിന് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ്, രാവിലെ 7 മണിക്കൊക്കെ ശേഷമാണ് അത്തരത്തിൽ വെടിക്കെട്ട് നടക്കുന്നത്. പിന്നാലെ പകൽപ്പൂരം വരെ താമസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അത്തരത്തിൽ താളം തെറ്റിയ കാര്യങ്ങളായിരുന്നു ഓരോ ചടങ്ങുകളിലും ഉണ്ടായത്. ഇതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലൊരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അന്ന് തന്നെ ഇരു ദേവസ്വങ്ങളും ഉയർത്തിയ വിഷയം. എന്നാൽ
അതിനെയൊക്കെ തന്നെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ നിസ്സാരവത്കരിക്കുന്ന ഒരു സമീപനം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാം. കാരണം ഈ വെടിക്കെട്ട് താമസിച്ചത് മാത്രമാണ് പ്രശ്നമെന്ന് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോഴും നിരന്തരമായി അന്ന് നടന്ന ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ്. ഓക്കെ, ശരി മനോജ്, വ്യക്തമാണ്.